ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ USSുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ യൂണിറ്റ് 5. എന്താ യൂണിറ്റ് 5ൻ്റെ പേര്? യെസ്, മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്നാണ്. പ്രധാനമായിട്ടും ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും അല്ലേ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പോകുന്ന ഒരു പാഠമാണ് 5ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ, കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കാരണം നിങ്ങൾ ഇങ്ങനെ തയ്യാറാകുന്ന സമയത്ത് ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാവുന്നതാണ്. കാരണം ഓരോ ചാപ്റ്ററിലെയും ചോദ്യങ്ങൾ പഠിച്ചാൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, യെസ്. ആദ്യത്തെ ചോദ്യം, പഴങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളെ എന്ത് പറയുന്നു? കാർണിവോർ, ഹെർബിവോർ, ഓംനിവോർ, ഫ്രുജിവോർ. അല്ലെങ്കിൽ കാർണിവോറസ് എന്നോ ഹെർബിവോറസ് എന്നൊക്കെ പേര് പറയട്ടോ. ഓർത്ത് വയ്ക്കുക, ഓപ്ഷൻ ഫ്രുജിവോർ. അങ്ങനെയാണ് പഴങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളെ പറയുന്നത്. 2, അല്പം ചോറ് വായിലിട്ട് ചവച്ചരയ്ക്കുമ്പോൾ മധുരമുണ്ടാകാൻ കാരണം എന്താണ്? 4 ഓപ്ഷനുകൾ. ഓപ്ഷൻ എ, ആഹാരത്തിലെ അന്നജത്തെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ബി, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. സി, അന്നജത്തെ ലാക്ടോസ് ആക്കി മാറ്റുന്നു. ഡി, അന്നജത്തെ ഫ്രക്ടോസ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ്, എന്തുകൊണ്ടാണ്? 2 ചോദ്യം. ഉത്തരം ഓർത്ത് വയ്ക്കുക. ആഹാരത്തിലുള്ള അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. കാരണം നല്ല മധുരമുള്ള ഒരു പഞ്ചസാരയാണ് മാൾട്ടോസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. പല്ലുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുട്ടികളിൽ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, കുട്ടികളിൽ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20, 24, 26, 32. ഉത്തരം 20. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. മനുഷ്യനിൽ ചർവണകം അല്ലെങ്കിൽ മോളാർ എന്ന് പറയും. ഇംഗ്ലീഷിൽ മോളാർ എന്നാ പറയാം. അപ്പോൾ മനുഷ്യനിൽ ചർവണകം മുകളിലും താഴെയുമായി 6 പല്ലുകളുണ്ട്. മുകളിൽ താഴെയായിട്ട് എന്തുണ്ട്? 6 പല്ലുകളുണ്ട്. മാംസാഹാരികൾ കോമ്പല്ലുകൾ ഭക്ഷണം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഇനാമലാണ്. ഏത്? പല്ലിൻ്റെ ഇനാമൽ. ഉത്തരം എന്താണ്? അതെ, മാംസാഹാരികൾ കോമ്പലുകൾ ചവച്ചരയ്ക്കാനല്ല സഹായിക്കുന്നത്. എന്താണ്? കടിച്ചു കീറാനാണ് സഹായിക്കുന്നത്. ആ രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക, പഠിക്കാം. പല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം ഏത്? ഇരുമ്പ്, കാൽസ്യം, അയഡിൻ, സിങ്ക്. ഓക്കെ, അപ്പോൾ ഏതാണ് പല്ലുകളുടെ ആരോഗ്യത്തിന്, പല്ലുകൾ മാത്രമല്ല എല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് കാൽസ്യം. ആഹാര പദാർത്ഥം പല്ലിനിടയിൽ ഇരുന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്. അപ്പോൾ ആഹാര പദാർത്ഥം പല്ലിൻ്റെ ഇടയിൽ ഇരുന്നാൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഓർത്ത് വയ്ക്കാം. എന്താണ് പെരിസ്റ്റാൾസിസ്? ദഹനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ടു പോയൊരു വാക്കാണ് പെരിസ്റ്റാൾസിസ്. ഓപ്ഷൻ എ, വായിൽ നിന്ന് ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ചലനം. ബി, അന്നനാളത്തിലൂടെയുള്ള ഭക്ഷണത്തിൻ്റെ ചലനം. സി, അന്നനാള ഭിത്തികളിലൂടെയുള്ള തരംഗരൂപത്തിലുള്ള ചലനം. ഡി, ആമാശയത്തിലെ ഭക്ഷണത്തിൻ്റെ ചലനം. ഉത്തരം അന്നനാള ഭിത്തികളിലൂടെ തരംഗരൂപത്തിലുള്ള ചലനം. നമ്മളിങ്ങനെ വരച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ദഹന വ്യവസ്ഥയിൽ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ്? വൻകുടൽ, ആമാശയം, കരൾ, ചെറുകുടൽ. അപ്പോൾ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിലാണ് കേട്ടോ. അതിൽ വില്ലൈ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച കാര്യമാണ്. വില്ലസ് അവസാനം ദഹിച്ച ആ ഒരു ഭാഗത്ത് നിന്നുള്ള പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന വില്ലികളാണ്.
അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ്. വില്ലസുകളുടെ ധർമ്മം എന്താണ്? ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു, ചെറുകുടലിൻ്റെ ഭിത്തികളെ ചലിപ്പിക്കുന്നു, ആ ഭക്ഷണത്തെ വൻകുടലിലേക്ക് എത്തിക്കുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ അല്ലേ. വില്ലസുകളുടെ ധർമ്മം എന്താണ് മക്കളെ? യെസ്, ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുകയാണ് വില്ലസുകൾ ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ഒരു വിരൽ ലൈക്ക് സ്ട്രക്ചറാണ്, വിരൽ പോലെയുള്ള രൂപമാണ്. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ദഹനരസം ഏതാണ്? ദഹനരസം ഏതാണ് എന്നല്ല, ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് എന്നാണ് കേട്ടോ. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ആമാശയം, കരൾ, ചെറുകുടൽ, വില്ലസ്. ഉത്തരം കരൾ. അടുത്ത ചോദ്യം, അമീബയിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പദാർത്ഥ സംവഹനം എല്ലാം അമീബയിൽ നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്? പ്രധാനമായിട്ടും കോശദ്രവ്യത്തിൽ വെച്ചാണ് അല്ലേ. രക്തം, കോശദ്രവ്യം, ലിംഫോ, മർമ്മം എന്നിവ നൽകിയിട്ടുണ്ട്. ഉത്തരം കോശദ്രവ്യം. അടുത്ത ചോദ്യം, ശ്വാസനാളത്തിൻ്റെ ശാഖകൾക്ക് പറയുന്ന പേരെന്താണ്? ലോമിക, വായു അറ, ശ്വസനിക, സിര. അപ്പോൾ നിങ്ങൾ തെറ്റിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? മുകളിൽ നിന്ന് വായിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? പലതും ഒരേ ടൈപ്പ് ഓഫ് പേരുകളാണ് അല്ലെ, ചെറിയ ചെറിയ വ്യത്യാസമുള്ള പേരുകളാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അത് ശ്വസനികയാണ്. ശ്വാസനാളത്തിൻ്റെ ശാഖകൾ ശ്വസനിക. അടുത്ത ചോദ്യം, ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രത്തിന് സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉച്ഛ്വാസം എന്താണ്, നിശ്വാസം എന്താണ് എന്നുള്ളത്. അവിടെ കുറേ മാറ്റങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു പോയതാണല്ലേ. ഡയഫ്രം ചുരുങ്ങുന്നു, വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു, ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു, ശ്വാസകോശം വികസിക്കുന്നു. അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രത്തിന് സംഭവിക്കുന്നത് ഡയഫ്രം പൂർണ്ണ സ്ഥിതിയിൽ അല്ലെ പൂർവ്വ സ്ഥിതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. റെഡിയാണല്ലോ. അടുത്ത ചോദ്യം, മാംസപേശികളില്ലാത്ത അവയവം ഏത്? മാംസപേശികൾ: ഹൃദയം, ശ്വാസകോശം, ആമാശയം, ചെറുകുടൽ. ഉത്തരം ശ്വാസകോശം. റെഡി. ലങ്സ്. ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും മാറ്റമില്ലാതെ കാണുന്ന വായുവിലെ ഘടകം ഏതാണ്? അതായത് നമ്മുടെ ശരീരം അത് ഉപയോഗിക്കുന്നില്ല, വരുന്നു, തിരിച്ചതേപോലെ ശരീരം പുറത്തോട്ട് കളയുന്നു. നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ജലബാഷ്പം. റെഡിയാണല്ലോ. അപ്പോൾ ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും എന്തിനൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിന് വരുന്ന അളവിനും പോകുന്ന അളവിനും മാറ്റമുണ്ട്. വരുന്ന സമയത്ത് കുറവായിരിക്കും, പോകുന്ന സമയത്ത് കൂടുതലായിരിക്കും. ഓക്സിജൻ, ജലബാഷ്പവും ഇതേപോലെയാണ് അല്ലേ. വരുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് മാറ്റമില്ലാത്ത വാതകം നൈട്രജൻ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്ക് കൃത്യമായിട്ട്. ശ്വാസനാളത്തിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷ ഏതാണ്? ഓക്കെ. ഉച്ഛ്വാസം, നിശ്വാസം, ദീർഘശ്വാസം, ഹീലിംഗ് പ്രക്രിയ. ഉത്തരം ഹീലിംഗ് പ്രക്രിയ. 17. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന വിഷപദാർത്ഥം ഏത്? കഫീൻ, നിക്കോട്ടിൻ, DDT, മീഥൈൻ. ഉത്തരം നിക്കോട്ടിൻ. അടുത്തത്, ബുക്ക് ലങ്സിലൂടെ ശ്വസിക്കുന്ന ജീവി ഏതാണ്? ബുക്ക് ലങ്സിലൂടെ ശ്വസിക്കുന്ന ജീവി ഏത്? പല്ലി, മണ്ണിര, ചിലന്തി, പാറ്റ. ഓക്കെ. ഉത്തരം ചിലന്തി. അടുത്ത ചോദ്യം നോക്കുക, 19ാമത്തെ ചോദ്യം. സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? കൃത്യമായിട്ട് പഠിച്ചു പോയതാണ് അല്ലേ. ഫേനമാണോ, മർമ്മമാണോ, ആസ്യരന്ധ്രങ്ങളാണോ, ഹരിതകണമാണോ? അപ്പോൾ സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ആ ഭാഗമാണ് ആസ്യരന്ധ്രങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്റ്റൊമാറ്റ എന്നാണ് പറയുക. അടുത്ത ചോദ്യം, ഈ ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ശ്വാസകോശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖ ഏതാണ്? ന്യൂറോളജി, പൾമണോളജി, പെഡോളജി, പൊമോളജി. അപ്പോൾ ശ്വാസകോശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേര് എന്താണ് എന്ന് മക്കളെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മക്കളൊക്കെ അടിപൊളിയായിട്ട് ഓരോ വീഡിയോയിലും തരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ അടിപൊളിയായിട്ട് രേഖപ്പെടുത്താറുണ്ട്.
ഓൾ ദി വെരി ബെസ്റ്റ്. ഇതേപോലെ മുമ്പോട്ട് പോവാ. കീപ് ഗോയിങ് വെൽ. സോ 5ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് ഇത്രയും ചോദ്യങ്ങൾ, 20ഓളം ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് പഠിച്ച സെറ്റാണ്, പേടിക്കാനൊന്നുമില്ല. സോ ഈ ഒരു ലാസ്റ്റത്തെ 20ാമത്തെ ചോദ്യം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.